ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു മുട്ടയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയത്. ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് ഒരു ഫാദർ അദ്ദേഹം അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് കണ്ടുകഴിഞ്ഞാൽ ഭയം തോന്നുന്ന ഒരു മാനസിക രോഗിയെപ്പോലെയുള്ളൊരു മുട്ട കടന്നു കയറിക്കൊണ്ട് അവിടെ ആക്രോശിക്കുകയും ജയ് ശ്രീറാം വിളിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. പേടിപ്പെടുത്തുന്ന അവൻ്റെ മുഖഭാവങ്ങളും സംസാരങ്ങളും കണ്ട് അവിടെ നിൽക്കുന്ന ഫാദറും അവിടെയുള്ള ജനങ്ങളുമൊക്കെ വളരെയധികം പരിഭ്രാന്തരായി പേടിച്ചു നിൽക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. വിദേശത്ത് പ്രിന്റ് ചെയ്ത ബൈബിൾ ഇവിടെ ഇന്ത്യയിൽ വേണ്ട, അതോടൊപ്പം ഇവിടെ സനാതന ധർമ്മം മാത്രം മതി എന്നൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം മറിയം എങ്ങനെയാണ് പ്രസവിച്ചത് എന്നടക്കമുള്ള കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു വെക്കുന്നുണ്ട്. ഈ വീഡിയോ നിമിഷങ്ങൾക്കുള്ളിൽ ലോകം മുഴുവനും, ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവനും വലിയ രീതിയിൽ വൈറലായി മാറി. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. മാനസിക രോഗിയെപ്പോലെ ഒരു വിഭ്രാന്തിയോടുകൂടി സംസാരിക്കുന്ന ഇവനെക്കുറിച്ച് ആളുകൾ അന്വേഷിക്കാൻ തുടങ്ങി. അവൻ്റെ പഴയകാല ചരിത്രം എന്താണെന്നും അവൻ്റെ പഴയ ബാക്ക്ഗ്രൗണ്ട് എന്താണടക്കമുള്ള കുറേ കാര്യങ്ങൾ എന്നെ അന്വേഷിക്കാൻ തുടങ്ങിയ സമയത്താണ് അവർക്കൊരു കാര്യം മനസ്സിലായത്. ആ കലിപ്പൻ സംഘി ഇന്ത്യക്കാരനല്ല, നേരെ മറിച്ചൊരു ബംഗ്ലാദേശിയാണ്. സുനിയോ റഹ്മാൻ എന്നായിരുന്നു ഇവൻ്റെ യഥാർത്ഥ പേര്. ഇവനൊരു ബംഗ്ലാദേശിലുള്ള ഒരു എക്സ് മുസ്ലിം ആയിരുന്നു. നമ്മുടെ കേരളത്തിൽ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ആ തനി വർഗീയവാദി എന്താണോ ചെയ്യുന്നത് അതുതന്നെയായിരുന്നു ഇവൻ്റെയും പരിപാടി. അവിടെ ഇരുന്നു കൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും വിമർശിച്ചു കൊണ്ടേയിരുന്നു. പിന്നീട് അവിടെ ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു സാഹചര്യം വന്ന സമയത്ത് ഈ മുട്ട പിന്നീട് ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറുകയാണ്. പിന്നീട് ഇന്ത്യയിലിരുന്നു കൊണ്ടായിരുന്നു അവൻ്റെ ഇസ്ലാമിക വിമർശനം. വളരെയധികം പരിഹാസത്തോടുകൂടിയും പുച്ഛത്തോടുകൂടിയും കളിയാക്കിയും ഒക്കെയായിരുന്നു ഈ നരാധമൻ ഇസ്ലാമിക വിമർശനം നടത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് ഇവൻ സനാതനധർമ്മം സ്വീകരിക്കുകയും ഒരു ഹിന്ദു പേര് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇസ്ലാമിക വിമർശനം മാത്രമല്ല, ക്രൈസ്തവ മതത്തെയും ഇവൻ പലപ്പോഴും അപമാനിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്ന വീഡിയോകൾ പലപ്പോഴായി തൻ്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ വർഗീയവാദി പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അത്തരത്തിൽ ബംഗ്ലാദേശിൽ ജനിച്ച ഒരു എക്സ് മുസ്ലിമായ ഒരു വർഗീയവാദിയാണ് നമ്മുടെ രാജ്യത്തേക്ക് കടന്നുകയറി ഇവിടെയുള്ള ക്രൈസ്തവരെ അപമാനിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തത്. ഇവനൊരു ബംഗ്ലാദേശി ആയതുകൊണ്ട് സംഘികൾ മുഴുവനും ഏകദേശം ഇവനെ കൈയൊഴിഞ്ഞ മട്ടിലാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മുട്ട ഒരു വീഡിയോ പുറത്തുവിടുകയും ചെയ്തു. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. अकेले अकेले भागते भागते थक चुका हूँ. मुझे एक रहने का जगह चाहिए, लेकिन सिक्योर्ड. अगर कोई संगठन मुझे आश्रय दे सकता है तो मैं अपना जिंदगी. ഇപ്പോൾ തനിക്ക് ഒളിച്ചു കഴിയാൻ ഒരിടം വേണമെന്ന് പറഞ്ഞുകൊണ്ട് വാവിട്ട് നിലവിളിക്കുന്ന മുട്ടയാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ ഈ മുട്ട ബംഗ്ലാദേശിയാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിന് തൊട്ടു പിന്നാലെ ആശാൻ പേടിച്ചു വിറച്ചിരിക്കുകയാണ്. ആക്രോശിക്കുന്ന ആ മുട്ട ഇപ്പോൾ നിലവിളിച്ച് വാവിട്ട് കരയുന്നു. നമ്മുടെ രാജ്യത്തുള്ള ഒരു ഹൈന്ദവ സഹോദരനെ ബംഗ്ലാദേശിലുള്ള കുറേ മതം തലയ്ക്ക് പിടിച്ച കുറേ വർഗീയവാദികൾ ചേർന്ന് ആ മനുഷ്യനെ തല്ലുകയും ചവിട്ടുകയും ഒക്കെ ചെയ്തതിന് ശേഷം, അയാൾ മരണപ്പെട്ടതിന് ശേഷം അയാളെ കത്തിച്ച് കെട്ടിത്തൂക്കിയ കാഴ്ചയൊക്കെ നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്താണ് ഇവനൊരു ബംഗ്ലാദേശിയാണെന്നറിയുന്നത്. അതോടുകൂടി സംഘികൾ മൊത്തം ഇവനെ കൈയൊഴിയുകയും ചെയ്തു. ഈ മുട്ടയ്ക്കൊരു സഹോദരനുണ്ടെങ്കിൽ, ഒരു കൂട്ടുകാരനുണ്ടെങ്കിൽ, ഒരുപക്ഷെ അത് ലോകത്ത് ഒരേ ഒരാൾ മാത്രമേ കാണുകയുള്ളൂ. അവൻ്റെ പേരാണ് ഹാർപ്പിക് ഹുസൈൻ. കാരണം മുട്ട എന്താണോ ചെയ്യുന്നത് അതുതന്നെയാണ് ഈ ഹാർപ്പിക് ഹുസൈനും ചെയ്യുന്നത്. സ്വസ്ഥമായി കഴിയുന്ന മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന രണ്ട് തനി വർഗീയവാദികൾ. ഇവന്മാർ രണ്ടുപേരും ഇസ്ലാം മതം വിട്ടയാളാണ്. പണിയോ ഈ പറയപ്പെടുന്ന രീതിയിൽ ഇവിടെ വർഗീയതയും വിദ്വേഷവും പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. നോക്കൂ, RSSന്റെ വിചാരധാരയിൽ അവിടെ കൃത്യമായി പറഞ്ഞു വച്ചിട്ടുണ്ട് അവരുടെ 3 ശത്രുക്കൾ ആരൊക്കെയാണ് എന്നുള്ളത്. ഒന്ന് മുസ്ലിമീങ്ങളാണ്, മറ്റൊന്ന് ക്രിസ്ത്യാനികളാണ്, മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ്. പക്ഷേ ഇവിടെ കാസടക്കമുള്ള ക്രിസംഖ്യ വർഗീയവാദികൾ ആ സംഘികളോടൊപ്പം ചേർന്ന് മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും വിമർശനം നടത്തുന്നു. പക്ഷേ ആ വർഗീയവാദികൾ സ്വന്തം സമുദായത്തിന് വേണ്ടി ശബ്ദിക്കുന്നില്ല. സ്വന്തം സമുദായം അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും ആ കാസടക്കമുള്ള വർഗീയവാദികൾക്ക് ഒരക്ഷരം മിണ്ടാനില്ല. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി ക്രിസ്മസ് ദിനത്തിലും അല്ലാതെയുമായി ക്രൈസ്തവർക്ക് നേരെ, അവരുടെ പള്ളികൾക്ക് നേരെ വർഗീയവാദികൾ, സംഘികളായ വർഗീയവാദികൾ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ വാർത്താമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. ആ ദൃശ്യങ്ങളൊന്നും തൽക്കാലം ഞാൻ കാണിക്കുന്നില്ല. കുറച്ച് വാർത്തകൾ ഞാൻ പറഞ്ഞു വെച്ചു പോകാം. അസമിൽ സ്കൂളിലെ ക്രിസ്മസ് ആഘോഷത്തിന് നേരെ ആക്രമണം, കടകളിൽ കയറി തീവെപ്പ്, VHP ബജ്റംഗ് ദൾ പ്രവർത്തകർ അറസ്റ്റിൽ. ജയ് ശ്രീറാം വിളിച്ചായിരുന്നു ആക്രമണം. ക്രിസ്മസ് ആഘോഷത്തിനിടെ ഛത്തീസ്ഗഡിൽ ഹിന്ദുത്വവാദികളുടെ ആക്രമണം.
സാന്താക്ലോസ് രൂപങ്ങളടക്കം അടിച്ചു തകർത്തു. യുപിയിൽ പള്ളിക്ക് പുറത്ത് ഹനുമാൻ ചാലിസ. ഡൽഹിയിൽ ക്രിസ്മസ് കരോൾ തടഞ്ഞ് തീവ്ര ഹിന്ദുത്വ സംഘടനകൾ. ഹരിദ്വാറിൽ ഹോട്ടലുകളിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ മാറ്റി. പാലക്കാട്ട് ക്രിസ്മസ് കരോൾ സംഘത്തിന് നേരെ RSS BJP ആക്രമണങ്ങൾ മാത്രമല്ല, അന്ന് അവധി പോലും കൊടുക്കാത്ത അവസ്ഥകളുണ്ടായി. ഉത്തർപ്രദേശിൽ സ്കൂളുകളിൽ ക്രിസ്മസ് അവധിയില്ല. വാജ്പേയി ജനശതാബ്ദി ആഘോഷിക്കാൻ നിർദ്ദേശം. ക്രിസ്മസിന് അവധിയില്ലാതെ ലോക്ഭവൻ. ജീവനക്കാരെല്ലാവരും ഹാജരാവണം. ഇവിടെ ഞാൻ എല്ലാം പറഞ്ഞിട്ടില്ല. ആക്രമണങ്ങളുടെ കുറച്ചു കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു വച്ചിട്ടുള്ളത്. ഇനിയെങ്കിലും നല്ലവരായ ക്രൈസ്തവ സഹോദരങ്ങളെ, ഈ സംഘികളുടെ, ഈ വർഗീയവാദികളുടെ തനിരൂപം നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നലെ മുസ്ലിമീങ്ങൾക്ക് സംഭവിച്ചത് ഇപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, കാരണം അവരുടെ വിചാരധാരയിൽ കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട് ആ 3 ശത്രുക്കൾ ആരാണ് എന്നുള്ളതൊക്കെ. ഇതുപോലെ വർഗീയ വിഷവിത്തുകളുമായി ഈ സമൂഹത്തിൻ്റെ ഈ ഒരു മതസൗഹാർദ്ദത്തെയും സ്നേഹത്തെയും തകർക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ആളുകൾക്കെതിരെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഒരുമയോടുകൂടി ചേർന്ന് നിന്നുകൊണ്ട് അതിനെതിരെ പ്രതികരിച്ചില്ല എങ്കിൽ നമ്മുടെ നാടിൻ്റെ ഐക്യത്തെയും സ്നേഹത്തെയും അത്തരം ആളുകൾ നശിപ്പിച്ചു കളയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. സംഘികളുടെ ഇത്തരം അജണ്ടകൾ മനസ്സിലാക്കിയ നല്ലവരായ ക്രൈസ്തവ സഹോദരന്മാരുണ്ട്, പുരോഹിതന്മാരുണ്ട്. നോക്കൂ, നിങ്ങൾക്ക് ഞാൻ 2 ക്രൈസ്തവ പുരോഹിതന്മാരുടെ വീഡിയോ ഞാനൊന്ന് കാണിക്കാം. കേരളത്തിലെ മെത്രാന്മാര് ഇതുവരെ എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവരെ പ്രീണിപ്പിക്കുകയും ഇവരുടെ കേക്ക് കഴിക്കുകയും ഇവരോട് പ്രധാനമന്ത്രിയോടൊത്ത് ക്രിസ്മസിന് ഈസ്റ്ററിനും പോയി കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തവരാണ്. അന്ന് ഇവരാരും ഓർത്തില്ലേ ഈ പ്രത്യയശാസ്ത്രം എന്താണെന്ന്? അവർക്കാർക്ക് മനസ്സിലായില്ലേ? ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇവിടെ ശക്തമായ മുസ്ലിം വിരോധം പടർത്തുന്നതും ആരാണ്? അതിനകത്ത് മെത്രാന്മാർ പോലുണ്ട്. ഇതാണ് നമ്മൾ ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് ശങ്കയുണ്ടാക്കിയാലേ BJPക്ക് വോട്ട് കിട്ടുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് വ്യക്തമായി അവർ കൃത്യമായി ഇവിടെ കേരളത്തിൽ മുസ്ലിം വിരോധം വർദ്ധിപ്പിച്ച തോതിൽ നിരന്തരമായി അത് പ്രൊപ്പഗാൻഡയിലൂടെ നടത്തുകയാണ്. ആ ഗതികേടിൽ ചെന്ന് വീഴുന്നവരായി മാറി മെത്രാന്മാരടക്കമുള്ള കത്തോലിക്ക അച്ഛന്മാര് പോലും. ഇതാണ് ക്രൈസ്തവർ നേരിടേണ്ട പ്രതിസന്ധി. ഇന്ന് രാവിലെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹം കത്തീഡ്രലിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. പക്ഷേ എനിക്ക് ഒട്ടും സന്തോഷം തോന്നുന്നില്ല. ഇതൊരു പ്രാർത്ഥനാ നയതന്ത്രം എന്ന രീതിയിൽ മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. ഇവിടെ കേക്ക് നയതന്ത്രം, അതിന്റെ മറ്റൊരു രൂപം പ്രാർത്ഥനാ നയതന്ത്രം. ഈ പ്രാർത്ഥനാ നയതന്ത്രത്തിൽ കേരളത്തിൽ നിന്നുള്ള BJP നേതാവ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ എന്താ അർത്ഥമാക്കുന്നത്? ഇനി വരാൻ പോകുന്ന ഇലക്ഷന് മുമ്പുള്ള ഒരു നയതന്ത്ര കാര്യങ്ങൾ മാത്രമേ ഇതുള്ളൂ. ഇതിൽ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ, പ്രധാനമന്ത്രി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം രാജധർമ്മമാണ്. രാജധർമ്മം എന്താണ്? ഈ രാജ്യത്തിലെ ഓരോ പൗരന്റെയും സുരക്ഷയാണ്, തുല്യനീതിയാണ്. അദ്ദേഹത്തിന്റെ ഭവനത്തിന്റെ തൊട്ടടുത്തല്ലേ ഈ കരോൾ ആക്രമണം നടന്നത്? അതുപോലെ തന്നെ ഈ രാഷ്ട്രത്തിന്റെ പല ഭാഗത്തും അദ്ദേഹം ഇത് അറിയാഞ്ഞിട്ടാണോ? ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഇത്ര മണിക്കൂറായിട്ടും ഈ പറഞ്ഞ ആരുടെ നേരെയും ഒരു അറസ്റ്റ് ഒന്നും നടന്നിട്ടില്ല. പഞ്ചു ഭാർഗവ അവിടുത്തെ ജില്ലാ വൈസ് പ്രസിഡന്റാണ് BJPയുടെ. ആക്രമിച്ചത് ആരെയാണ്? ഒരു പ്രാർത്ഥനാ സംഘത്തിലെ കാഴ്ച പരിമിതിയുള്ള ഒരു സഹോദരിയാണ്. അപ്പോൾ അത് പല രീതിയിൽ അത് ക്രൈമാണ്. പക്ഷെ എന്തെങ്കിലും നടന്നു? ഒരു വശത്ത് കാസടക്കമുള്ള വർഗീയവാദികൾ അവരുടെ അജണ്ടകൾ സംഘികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നടപ്പിലാക്കുമ്പോൾ, മറുവശത്ത് നല്ലവരായ, മനസ്സിൽ സ്നേഹവും സഹിഷ്ണുതയുമുള്ള നല്ലവരായ പള്ളിയിലച്ചന്മാർ, പുരോഹിതന്മാർ, ക്രൈസ്തവ സഹോദരങ്ങൾ ഇത്തരം വർഗീയവാദികളുടെ അജണ്ടകൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്.